നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തായിരുന്നു. അപ്പം ആ റിലേഷൻഷിപ്പിന് ഓരോ ടൈപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ബിൽഡ് ചെയ്യുന്ന റിലേഷൻഷിപ്പിനും ഓരോ ടൈപ്പിലാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ രണ്ട് ടേബിൾസ് ഉണ്ട്, പ്രൊഡക്റ്റ് ലുക്കപ്പ് ഉണ്ട്, സെയിൽസ് ഡാറ്റ ഉണ്ട്. ഇവിടുന്ന് കണക്ഷൻ എങ്ങനെയാ പോയിരിക്കുന്നത്? ഇവിടെ 1 എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, താഴെ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഐക്കണും കൊടുത്തിട്ടുണ്ട്. ഇതെന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഇതിനെയാണ് നമ്മൾ ടൈപ്പ് എന്ന് പറയുന്നത്, കാർഡിനാലിറ്റി. ഇവിടെ എന്താ 1 to many ആണ്. 1 to many. സ്റ്റാർ എന്ന് പറയുന്നത് മെനി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കാം, ideally all relationships in the data model should follow a 1 to many cardinality. One instance of each primary key and many instance of each foreign key. അപ്പൊ 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ അത് യൂണിക് വാല്യൂ ആയിരിക്കും. ഈ പ്രൈമറി കീ എന്ന് പറയുന്നത് എന്തായിരിക്കും? മീൻസ് ഈ പ്രൊഡക്റ്റ് കീ എന്ന് പറയുന്നത് അതൊരു പ്രൈമറി കീ ആയിരിക്കും. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് പ്രൈമറി കീയും ഫോറിൻ കീയും. പ്രൈമറി കീ എന്ന് പറയുന്നത് എന്താ? യൂണിക് വാല്യൂ. അത് എന്താ? റിപ്പീറ്റ് ചെയ്ത് വരില്ല, മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടാവില്ല ഈ പ്രൊഡക്റ്റ് കീയില്. പക്ഷെ മെനി ഇൻസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ? ലൈക്ക് ഫോറിൻ കീസ് ആയിരിക്കും. ഫോറിൻ കീസ് എങ്ങനെയായിരുന്നു? മീൻസ് അത് റിപ്പീറ്റ് ചെയ്തല്ലേ വന്നുകൊണ്ടിരുന്നത്, മൾട്ടിപ്പിൾ വാല്യൂസ് അല്ലേ അതിന്റെ ഉള്ളിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പം സ്റ്റാർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂ അല്ലെങ്കിൽ ഫോറിൻ കീ ആണ്. 1 എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൈമറി കീ ആണ്. ഓക്കെ, ഇനി നമുക്ക് 4 ടൈപ്പ് കാർഡിനാലിറ്റി ആണ് വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് 1 to many കാർഡിനാലിറ്റി ആണ്. 1 to many നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, കണ്ടോ? ഇതാണ് 1 to many കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് വേണമെങ്കിൽ അത് പറയാം. ഇവിടെ എനിക്ക് 2 ടേബിൾസ് ഉണ്ട്, കസ്റ്റമർ ടേബിളും ഉണ്ട്, സെയിൽസ് ടേബിളും ഉണ്ട്. കസ്റ്റമർ ടേബിളിൽ എന്താ ഞാൻ കൊടുത്തിരിക്കുന്നത്? കസ്റ്റമറിന്റെ ID ആണ്. സെയിൽസ് ടേബിളിൽ എന്താ? നെയിം ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു കസ്റ്റമർക്ക് മീൻസ് ഒരു കസ്റ്റമർ ID ഉള്ള അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് എന്താ മൾട്ടിപ്പിൾ ടൈംസ് സെയിൽസ് നടത്താൻ പറ്റില്ലേ? ലൈക്ക് ഡിഫറെന്റ് ഓർഡേഴ്സ് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു കസ്റ്റമർ ID വെച്ചിട്ട് അവർക്ക് ഡിഫറെന്റ് ഓർഡേഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് മീൻസ് സെയിൽസ് തന്നെ നടത്താൻ പറ്റും, മൾട്ടിപ്പിൾ ടൈംസ് സെയിൽസ് നടത്താൻ പറ്റും. അതാണ് ഇവിടെ 1 to many കാർഡിനാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് മിനി ടു 1 റിലേഷൻഷിപ്പ് ആണ്. മിനി ടു 1 എന്ന് പറയുമ്പോൾ എന്താ? നേരത്തെ പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ്. നേരത്തെ പറഞ്ഞത് 1 to many ആയിരുന്നു, ഇപ്പൊ മിനി ടു 1, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരാം. ഓക്കെ, നെക്സ്റ്റ് മെനി ടു മെനി റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പൊ എങ്ങനെയായിരിക്കും അതിന്റെ ഐക്കൺ വരുന്നത്? നേരത്തെ എന്താ 1, പിന്നെ ഇവിടെ താഴെ സ്റ്റാർ വന്നിരുന്നത്. മെനി ടു മെനി വരുമ്പോ 2 സൈഡിലും സ്റ്റാർ ആയിരിക്കും വരാം, ഐക്കൺ സ്റ്റാർ ആയിരിക്കും വരാം. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ എനിക്ക് സെയിം പ്രൊഡക്റ്റ് ടേബിളും ഉണ്ട്, ഓർഡേഴ്സിന്റെ ടേബിളും ഉണ്ട്. ഓക്കെ, അപ്പോൾ 1 പ്രൊഡക്റ്റ് ക്യാൻ അപ്പിയർ ഇൻ മൾട്ടിപ്പിൾ ഓർഡേഴ്സ് ആൻഡ് 1 ഓർഡർ ക്യാൻ കണ്ടെയ്ൻ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ്. അതുകൊണ്ടാണ് ഇവിടെ മെനി ടു മെനി റിലേഷൻഷിപ്പ് വന്നത്. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പ്രൊഡക്റ്റ് തന്നെ നമ്മൾക്ക് കുറെ പ്രാവശ്യം മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റില്ലേ? അതുപോലെ ഒരു ഓർഡർ ചെയ്യുന്നത് വഴി നമുക്ക് ഒരു പ്രൊഡക്റ്റ് ആണോ ഓർഡർ ചെയ്യാൻ പറ്റുന്നത്? മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അതാണ് മെനി ടു മെനി ഒരു എക്സാമ്പിൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താ? ലാസ്റ്റ് വരുന്നത് 1 to 1 റിലേഷൻഷിപ്പ് ആണ്. അതാവുമ്പോ എന്തായിരിക്കും വരാ? സ്റ്റാറിന് പകരം 1 ആയിരിക്കും 2 സൈഡിലും വരുന്നത്, 2 ടേബിളിലും 1 ആയിരിക്കും വരുന്നത്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഈച്ച് കസ്റ്റമർ ഹാസ് എക്സാക്ട്ലി 1 കറസ്പോണ്ടിങ് അഡ്രസ്. ഇവിടെ 2 ടേബിൾസ് കൊടുത്തേക്കുന്നത് കസ്റ്റമർ ഡീറ്റെയിൽസ് ടേബിളും ഉണ്ട്, കസ്റ്റമർ അഡ്രസ് ടേബിളും ഉണ്ട്. ഇപ്പൊ കസ്റ്റമർ ഡീറ്റെയിൽസിൽ എന്താ വരുന്നത്? കസ്റ്റമറിന്റെ IDയും കസ്റ്റമർ അഡ്രസ് ടേബിളിൽ നെയിമും ആണ് വരുന്നത്. അപ്പം ഒരു കസ്റ്റമർക്ക് ഒരു അഡ്രസ് അല്ലേ ഉണ്ടാവുള്ളൂ? അല്ലെങ്കിൽ ഇപ്പൊ എന്താ, ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഇപ്പൊ നമുക്ക് ആധാർ, ഒരു ആൾക്ക് ഒരു ആധാർ, അതിലെ വാല്യൂ മീൻസ് അതിലെ നമ്പേഴ്സ് വ്യത്യാസം ഉണ്ടാവില്ലേ? ആ ഒരാൾക്കുള്ള ആ നമ്പേഴ്സ് ആയിരിക്കും വേറൊരാൾക്ക്. ആധാർ എന്ന് പറയുന്നത് അങ്ങനെയല്ലേ? അപ്പം അങ്ങനെയുള്ളത്. അപ്പൊ 1 to 1 റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇവിടെ അഡ്രസ്സ് പറഞ്ഞ പോലെ. അപ്പൊ അതാണ് 1 to 1 റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് കാർഡിനാലിറ്റി എന്ന് പറയുന്നത് നമ്മള്